നമസ്കാരം, നവകേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പൊന്മുടിയെക്കുറിച്ച് ചെറിയൊരു വീഡിയോ. നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ് പൊന്മുടി. കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് വിതുര പൊന്മുടി. തിരുവനന്തപുരം ജില്ലയ്ക്ക് 61 കിലോമീറ്റർ അതായത് വിതുര വഴി വടക്കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി കടൽനിരപ്പിൽ നിന്നും ഏകദേശം 1100 മീറ്റർ ഉയരെയാണ്. അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും തണുപ്പും മൂടൽമഞ്ഞും ഉള്ളതാണ്. പൊന്മുടിയുടെ തൊട്ടടുത്തുള്ള ഒരു ടൗണാണ് വിതുര. പൊന്മുടി ഉയരം കൂടിയ പർവ്വതമാണ്. പേരിന് പിന്നിൽ മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്ന പേര് വന്നതെന്നാണ് കാണിക്കാരായ ആദിവാസികൾ വിശ്വസിക്കുന്നത്. എന്നാൽ പേരിന്റെ യഥാർത്ഥ കാരണം ഇവിടെ പുരാതന കാലത്ത് ഉണ്ടായിരുന്ന ഗുപ്ത ജൈന സംസ്കാരമാണ് എന്നാണ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ബൗദ്ധരും ജൈനരും തങ്ങളുടെ ദേവനെ പൊന്നയിൽ ദേവൻ, പൊന്നൈർ ഖോൻ എന്നും മറ്റും വിളിച്ചിരുന്നതിനാൽ അതിൽ നിന്നാണ് ഈ മലയ്ക്ക് പൊന്മുടി എന്ന പേര് വന്നതെന്നാണ് അവർ കരുതുന്നത്. പൊന്മുടി, പൊന്നമ്പലമേട്, പൊന്നമല, പൊന്മന തുടങ്ങിയ പേരുകളും ഇത്തരത്തിൽ ഉണ്ടായതാവാമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ആദ്യം ബുദ്ധമത കേന്ദ്രമായിരുന്നു പൊന്മുടി എന്നൊരു വാദവുമുണ്ട്. വിതുരയിൽ നിന്ന് ബോണക്കാട് പോകുന്ന വഴിയിൽ മണ്ണിനടിയിൽ നിന്നും പ്രദേശവാസികൾക്ക് ലഭിച്ച ബുദ്ധ വിഗ്രഹം അവിടുത്തെ ശാസ്താ ക്ഷേത്രത്തിൽ പൂജിച്ചു. ആദിവാസി ഭാവമായ കാണികൾ ഇവിടെ വന്ന് വിശ്വസിക്കുന്നു. വിതുരയിൽ നിന്ന് ബോണക്കാട് പോകുന്ന വഴിയിൽ ഒരു ബുദ്ധക്ഷേത്രം ഉള്ളതായി പറയപ്പെടുന്നു. തിരുവനന്തപുരത്തിന് കിഴക്കുള്ള ഗസ്തിക്കോട് മലയിൽ പൊതിയൻ മല അവലോകിനേശ്വര വിശ്വാസ സമ്പ്രദായം നിലയിൽ ഇരുന്ന ബുദ്ധമത ഈഴവ കേന്ദ്രം ആയിരുന്നു എന്നും തെളിവുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ നിലനിന്നിരുന്ന ആരാധനയെ പറ്റി മഹായാന ഗ്രന്ഥമായ ഗഡവിഗത്തിൽ പറയുന്നത് ചിത്രമാസത്തിൽ ഏപ്രിൽ മെയ് മാസത്തിൽ ആയിരുന്നു തീർത്ഥാടനമായി ഭക്തർ വന്നു ചേർന്നിരുന്നത്. മഹായാന സമ്പ്രദായത്തിലെ ബോധി സപ്ത സങ്കല്പം ആയിരുന്നു ഇവിടെ നിലനിന്നിരുന്ന ആരാധനയുടെ അടിസ്ഥാനം. സ്വയം നിർമ്മലീകരിച്ച ഭക്തനാവുകയും പക്ഷേ നിർവ്വാണത്തിലേക്ക് നീങ്ങാതെ ലോകത്ത് തന്നെ മനുഷ്യവേദന ഇല്ലാതാക്കുക എന്ന വിശ്വാസം ആണ് ബോധി സപ്തത്തിൽ ഉള്ളത്. സംഘം കൃതികളിൽ പൊതിയൽ മലയെ പേതാള എന്നാണ് വിളിക്കുന്നത്. ശ്രീലങ്കയിൽ നിന്നും അല്ല, ടിബറ്റ്, ലാസിൽ നിന്നും വരെ ബുദ്ധമത അനുയായികളും ലാവമാരും പൊതിയൻമല സന്ദർശിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ടിബറ്റുകൾ ചേരൻസി എന്നാണ് മലയിലെ ബുദ്ധ വികാരത്തെ വിളിച്ചിരുന്നത് എന്ന് ഔട്ട് ഓഫ് ദിസ് വേർഡ് ഇൻഡോ ഫോർബിഡൻ ടിബറ്റ് എന്ന ലെവൽ തോമസ് ജൂനിയറിന്റെ ഗ്രന്ഥത്തിന്റെ തെളിവ് സഹിതം വിവരിച്ചിട്ടുണ്ട്. കൂടാതെ ലാസയിലെ പർവ്വതത്തിന് ദർശനമായ ഒരു കൊട്ടാരത്തിന്റെ പേര് തന്നെ ഈ ബുദ്ധവിഹാരവും ആയി ബന്ധപ്പെട്ടതാണ് എന്നും ഈ പുസ്തകത്തിൽ പറയപ്പെടുന്നുണ്ട്. മണി മേഖലയിലും ചിലപ്പതികാരത്തിലും പൊതിയൻമല തീർത്ഥാടനത്തെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഹൊയാൻ സിയാങ് ഇവിടെ തീർത്ഥാടനത്തിന് ശ്രമിച്ചു പരാജയപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം കേൾവിയിൽ അധിഷ്ഠിതമായ വിവരണം നൽകിയിരുന്നു ഇതിനെപ്പറ്റി. അത് ഇങ്ങനെയാണ്: മലയ പർവ്വതത്തിന് കിഴക്ക് വശത്താണ് പൊതിയൻമല. പർവ്വത പതകൾ കിഴക്കാൻ ദുർഗമവും ചെങ്കുത്തവുമായ കൊക്കകൾ നിറഞ്ഞതുമാണ്. മലയുടെ മുകളിൽ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമുള്ള ഒരു തടാകമുണ്ട്. ആ മലയിടുക്കിൽ നിന്നും ഉത്ഭവിച്ച് മലയെ 20 തവണ ചുറ്റി താഴേക്ക് പോകുന്നുണ്ട്. തടാകക്കരയിലെ കല്ല് കൊട്ടാരത്തിലിരുന്നാണ് അവലോകനേശ്വരൻ ലോകത്തെ കാരുണ്യത്തോടെ വീക്ഷിക്കുന്നത്. ബുദ്ധിസം അസ്തമിച്ചപ്പോൾ തീർത്ഥാടനം നിൽക്കുകയും
കേരളത്തിലെ ഈഴവ പ്രാചീന ബുദ്ധമത ജനതയുടെ ഇതര ബുദ്ധ കേന്ദ്രങ്ങളും ആയുള്ള ബന്ധം അറ്റുപോവുകയും ചെയ്തു. 14-ാം നൂറ്റാണ്ടിൽ സന്ദർശിച്ച മാൻലാൻസ് പോ ആണ് ഔദ്യോഗിക ഭാഷപ്രകാരം അവസാന തീർത്ഥാടകൻ. ഭൂമിശാസ്ത്രം പൊന്മുലയിലെ തേയിലത്തോട്ടങ്ങൾ പ്രശസ്തമാണ്. പൊന്മുടി കൊടുമുടിയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ അകലെയാണ് വിനോദസഞ്ചാര കേന്ദ്രം. ഈ സ്ഥലം ഇക്കോ പോയിന്റ് എന്നും അറിയപ്പെടുന്നു. സാഹസിക മലകയറ്റം തുടങ്ങുന്നതിന് ഒരു തുടക്ക സ്ഥലമാണ് പൊന്മുടി. പൊന്മുടിക്ക് സമീപത്തായി കാടിനുള്ളിൽ ഒരുപാട് അരുവികളും വെള്ളച്ചാട്ടങ്ങളും നിലനിൽക്കുന്ന വിതുര ഗോൾഡൻ വാലിയും ആകർഷണമാണ്. വിതുര കല്ലാർ നദിയിലേക്കുള്ള ഒരു കവാടവുമാണ് പൊന്മുടി. ഉരുളൻ കല്ലുകളും പച്ചമരങ്ങളും കുളിരുകോരിയ വെള്ളവും ഒരു നല്ല വെള്ളച്ചാട്ടവും മത്സ്യങ്ങളുമായുള്ള കല്ലാർ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. 2000 അടി ഉയരത്തിൽ നിൽക്കുന്ന അഗസ്ത്യകുളമാണ് ഈ പ്രദേശത്തെ മറ്റൊരു ആകർഷണം. വിതുര മീൻമുട്ടി വെള്ളച്ചാട്ടവും അടുത്തുള്ള മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. വിതുര, ബ്രൈമൂർ, വിതുര, ബോണക്കാട് തുടങ്ങിയ പ്രദേശങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. എത്തിച്ചേരാനുള്ള വഴി ഇനി പറയുന്ന പ്രകാരമാണ്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടിയിലേക്കുള്ള വഴി കാട്ടുന്ന ഒരുപാട് വഴിപ്പലകൾ ഉണ്ട്. തിരുവനന്തപുരത്ത് നഗരത്തിൽ നിന്നും സംസ്ഥാന പാത 45 തിരുവനന്തപുരം നെടുമങ്ങാട് വിതുര പൊന്മുടി പാത. വിതുരയിൽ നിന്ന് ഇടത്തോട് പൊന്മുടി വലത്തേക്ക് പാലോട്, ബൈമൂർ, പെരിങ്ങാമല, കുളത്തുപ്പുഴ, തെന്മല, തെങ്കാശി, വെങ്കോട്ട് എന്നിവിടേക്ക് പോകും. ദേവിയോട് നിന്ന് നേരെ 22 വളവുകൾ കഴിഞ്ഞാൽ പൊന്മുടി എത്താം. നവകേരള ന്യൂസ്, ആയൂർ. കണ്ടോ, അതിവിശാലമായ കുന്നുകളാണ്. ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ശ്രീ ഗോവിന്ദൻ നമ്മളോട് സംസാരിക്കുന്നു. പറയട്ടെ. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ എപ്പോഴും നല്ല കൂളിംഗ് ആയിട്ട് പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഈ പരിസരത്ത് എവിടെ എത്ര ചൂടായാലും ഈ കുന്നിന്റെ പുറത്ത് നല്ല കൂളിംഗ് ആയിട്ട് നല്ല തണുപ്പാണ്. എപ്പോഴും കാറ്റ് കാണും. പിന്നെ ഈ മറുവശം പ്രകൃതി ഭംഗി, ഒരു ഭാഗം തമിഴ്നാട് കാണാം, ഒരു ബോർഡർ, അതിന്റെ പ്രത്യേകത. മറു സൈഡ് ഈ മലയുടെ മുകളിൽ കയറിയാൽ തിരുവനന്തപുരം ജില്ല കാണാം. അതെ, മലയുടെ മുകളിൽ രാത്രി ആണെങ്കിൽ നല്ല ലൈറ്റും വെട്ടം കാര്യങ്ങളൊക്കെ കാണും. ഉണ്ട്. പിന്നെ ആ കുന്നിൽ വരയാടുണ്ട്. ആ കുന്നില് വരയാടുണ്ട്. ഇപ്പുറത്തെ സീതാതീർത്ഥം എന്ന് പറയും തീർത്ഥം. അവിടെയും ഒരു ട്രക്കിംഗ് ഉണ്ട്. അടുത്തിപ്പുറത്തൊരു മണച്ചാല, അവിടെയും ഒരു ട്രക്കിംഗ് ആണ്. ഈ മലയുടെ അടിഭാഗത്ത് അല്ല, ഇത് മരുത്താമല, ഇത് മണച്ചാല. മണച്ചാല, ഇത് മരുത്താമല. പിന്നെ ബാക്കി പ്രകൃതി ഭംഗി നല്ല ഇതുണ്ട്. ആളുകൾ ഇഷ്ടം പോലെ. പണ്ട് ഇവിടെ ഒരു കൊട്ടാരം, രാജ കൊട്ടാരം ഉണ്ടായിരുന്നു. അതിനാണ് ഈ പണ്ട് പറയും കൊട്ടാരം എന്നല്ല, വലിയ കൊട്ടാരം. ഇത് വലിയ കൊട്ടാരം. താഴെ ഗസ്റ്റ് ഹൗസ് ഇരിക്കുന്നത് ചെറിയ കൊട്ടാരം. ഇപ്പോഴാണ് വേറെ പേരൊക്കെ പൊന്മുടി ടവർ, അത് പുതിയ പേരുകൾ വന്നിരിക്കുന്നത്. ഇത് വലിയ കൊട്ടാരം ഒന്നാണെന്ന് പറഞ്ഞത്. അതുപോലെ താഴെ ഒരു ചെറിയ കൊട്ടാരമുണ്ട് അവിടെ. ഇത് ഗ്ലാസ് ഉള്ളതാണ്, കണ്ണാടി കൊട്ടാരം. പണ്ടത്തെ രാജാക്കളോട് തങ്ങിയിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല പ്രകൃതി ഭംഗിയുണ്ട്. ഇത്രയും വിവരം താങ്കൾ പറഞ്ഞതിൽ നവകേരള ന്യൂസിൽ നിന്നുള്ള ഇതാണ് ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ശരി സാർ. ഇതാണ് ഹെലികോപ്റ്റർ, ഹെലിപ്പാഡ് അല്ലേ? കണ്ടുപിടിക്കാനുള്ള കാര്യം തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെക്ക് പോസ്റ്റ്. ആള് ചുമ്മാ വഴി പരിചയക്കാർ അറിയത്തക്കണവര് വൈകുന്നേരം അവർ ചുമ്മാ ഇങ്ങനെ ആടിപ്പാടി പോകാൻ വേണ്ടി അപ്പോഴും വർഷം തോറും തീ പിടിക്കും. ഒരു കുറ്റി ഇവിടെ വെച്ചാൽ മതി, ഇത് മൊത്തം പിടിക്കും. മൊത്തം തീ പിടിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരച്ച് തീ പിടിച്ച് നശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചെക്ക് പോസ്റ്റ് ഇട്ടു. ചെക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ആളുകൾക്ക് വന്ന് കണ്ടോളാൻ പറ്റില്ല, എന്തോ അടച്ചിട്ടേക്ക് കാണാൻ പറ്റും. അപ്പോഴങ്ങനെയാണെങ്കിൽ അപ്പോൾ ആളുകൾ പറഞ്ഞ അവർക്ക് ഇഷ്ടത്തിന് സമ്മതിക്കണമല്ലോ. അതിനുവേണ്ടി ടിക്കറ്റ് വെച്ച് പാസ് വെച്ച് കൊടുത്തു പറയാം. അപ്പോൾ ആൾ കുറയുമല്ലോ. ഇത് പാസ് വെച്ചിട്ടും ആളുകൾ കൂടുന്നുണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി സമിതി ഉണ്ടാക്കി വെച്ചിട്ട് ഗൈഡുകൾ ഉണ്ടാക്കി വെച്ച് എല്ലാ സംരക്ഷണം നല്ല രീതിയിൽ കൊണ്ടുകൊണ്ടിരിക്കുക. നല്ല ഗൈഡുകൾ അല്ല, ടൂറിസ്റ്റുകൾക്കും ഗൈഡുകൾ. എസ്റ്റേറ്റുകൾ വല്ലതും ഉണ്ടോ? 2 എസ്റ്റേറ്റ്. ഒന്ന് പൊന്മുടി എസ്റ്റേറ്റ്, അതിന്റെ താഴെ ഒന്ന് മർക്കിസ്റ്റൺ, 2 തേയില എസ്റ്റേറ്റ്. ബാക്കി സ്ഥലങ്ങൾ ഇവിടെ ആർക്കും. ഒന്ന് പണ്ട് വെള്ളേക്കുള്ളായിരുന്നു, മർക്കിസ്റ്റൺ. അടുത്ത പൊന്മുടി എസ്റ്റേറ്റ് KG തോമസ്, തിരുവനന്തപുരം, അവർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ കൊടുത്ത് ഇപ്പം കളത്തിൽ കുര്യൻ പറഞ്ഞോണ്ട് ആർക്കാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അല്ല,
ഒന്ന് വന്ന് നമ്മളെ മുതലാളി സേവി മനോമാത്തി മുതലാളി അങ്ങനെ അറിയാതിരിക്കും തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ ആ മുതലാളിക്കുള്ളതാണ് ഇപ്പോഴത്തെ 2005 കുറവാണ്. തേയിലുണ്ട്, ഫാക്ടറി ഉണ്ട്, തേയിലുണ്ട്. പ്രവർത്തനം കുറച്ച് അല്ലല്ല, അത് ബോണക്കാടാണ്. ഇത് മുടക്കിയിട്ടില്ല, ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ശരിക്കും ഇല്ല പ്രവർത്തനമില്ല. അതങ്ങനെ നമുക്ക് തേയില വാങ്ങിക്കാൻ പറ്റും. വാങ്ങിക്കാൻ താഴെ കിട്ടും അല്ലേ? താഴെ പോണ വഴിക്ക് തേയില. അങ്ങോട്ട് പോകുന്ന നമ്മൾ ഇറങ്ങി പോകുന്ന വഴി. നിങ്ങൾ വഴി ഇവിടെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കറങ്ങിയെന്നാ ഓ, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ വരും. ഇവിടെ വരും. ഈ ഭാഗത്ത് അത് കാണാൻ വേണം ആളുകൾ പോണത്. റോഡ് കംപ്ലീറ്റ് കാണാം. ആ ചായക്കട കണ്ടില്ലേ, പ്ലാസ്റ്റിക് അവിടെ കാണാം, അതൊക്കെ കാണാം. അപ്പുറത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട്, ബ്രൈമൂർ അല്ല പനയപ്പുറം. ഈ മലയോര ബ്രൈമൂർ താണ്ടിരിക്കുന്നത് അവിടെ കാണാം. ഇത് മോളിൽ കഴിയാൻ കാണാം. അല്ല, കോടമഞ്ഞാന്നല്ലോ എപ്പോഴും. ഇല്ല, ഇത് കോടമഞ്ഞ് കുറവാണ്. 10 വർഷം നല്ല ഉണ്ടാവുണ്ട്. ഇപ്പം അത് പോയി, ഇനി 10 വരും. ഇതിന് പ്രത്യേകിച്ച് നല്ല തണുപ്പ് എപ്പോഴും കാറ്റും ഉണ്ടായിരിക്കും. നല്ല കാലം, ചൂടറിയില്ല. ആ ചൂടറിയില്ല. നമ്മള് ബോളക്കാട്ട് പോകുന്നെങ്കിൽ ഏത് വഴിയാ പോകുന്നത്? ബോണക്കാട് നിങ്ങൾ ബദിരം തിരിഞ്ഞു പോകണം. തിരിച്ചു പോകണം. ഇവിടെ അല്ല, ഇതിൽ നടന്നു പോകാം. ബ്രൈമൂർ. പണ്ട് ഞങ്ങൾ നടന്നില്ലേ പോണത്, ഇപ്പോഴല്ലേ ഞങ്ങൾ നടക്കാത്തത്. പണ്ട് പെരിങ്ങമല പോയിട്ട് പെരിങ്ങമല പോണെങ്കിൽ ബ്രൈമൂർ വഴി ഇറങ്ങി പോകും. പാലോട് അടുത്താണ്, പാലോട് ഏരിയ. അതെ, അതിമനോഹരമായ സ്ഥലമാണ് പൊന്മുടി. ഹിൽ വ്യൂയും അനുബന്ധ സ്ഥലങ്ങളും. നമുക്ക് മേലോട്ട് കയറാം. ഞങ്ങൾ മേലോട്ട് നടക്കുകയാണ്. നടക്കാൻ സൂക്ഷിച്ചാട്ടുന്നെങ്കിൽ താഴെ പോകും. നമ്മുടെ കൂടെ ഗൈഡുണ്ട്. എന്താണ് പേര് പറഞ്ഞത്? എന്റെ പേര് ഗോവിന്ദൻ. ഗോവിന്ദൻ, ശ്രീ ഗോവിന്ദൻ കൂടെ നമ്മളെ കൂടെ ഉണ്ട്. അദ്ദേഹമാണ് നമ്മളെ നയിച്ചു കൊണ്ട് പോകുന്നത്. എന്തായാലും സൂക്ഷിച്ച് നമുക്ക് കയറിപ്പോ. ഓരോ ചുവടും വെച്ച് കയറിയാണ് പോൻ. നമ്മളെ കയ്യിൽ വടിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ വടികളുണ്ട്. സൂക്ഷിച്ച് കയറി പിന്നെ താഴെ കൊക്കയിലോട്ട് കൊണ്ട്. കാരണം കൊക്കയാണത് കണ്ടോ. ഒരു അടി തെറ്റിയാൽ മതി. ഞാൻ ആക്കുകയാണ്. എന്തായാലും കയറും. മയക്കുന്ന പറ്റിയത് ഒരു ബുദ്ധിമുട്ടാണ് കയറിപ്പോൻ. എന്നാലും കയറും. ഇവിടെ കയറുന്നവരെല്ലാം കൊച്ചു പിള്ളേർക്ക് പോലും ആക്റ്റാണ് കയറി വരുന്നത്. പിന്നെ എത്ര പ്രായമുള്ള നമ്മളെ കാര്യം പറയണം. പാലോടൊപ്പം ഇത്ര അടുത്ത് കിടക്കുന്നതല്ലേ? അത് പാലോടാണല്ലേ? ഈ ഭാഗം പാലോട്. ഞാൻ കാണിക്കുന്ന ഭാഗം തെന്നൂര്. നമുക്കിനി മേലോട്ട് കയറാം. ഏറ്റവും പ്രദേശത്താണ് വന്ന് നിൽക്കുന്നത്. നല്ലൊരു അനുഭവമാണ്. എന്റെ പ്രായത്തിൽ എസ്റ്റേറ്റ് ഭാഗം കാണും. വന്ന വഴി മറക്കരുത്. കാണന്റെ ആയിപ്പന്റെ പൊന്നോ കാണാൻ. നല്ല കാറ്റുണ്ട് എപ്പോഴും. ഏത് സമയത്ത് ഈ കാറ്റ് കിട്ടും. അതല്ലേ ഈ മൂല? അതെ, ഞാൻ കാണിക്കുന്ന സൈഡ് തമിഴ്നാടാണ്. അമ്പാസമുദ്രം. അതെ അതെ.
ആ ഭാഗം കൃത്യമായിട്ട് തമിഴ്നാടാണ്. തമിഴ്നാട് കഴിഞ്ഞിട്ട് തമിഴ്നാട്. തെന്മല ഡാം കാണാം. തമിഴ് ഡാം. ഈ ഭാഗത്ത് തെമ്മല ഡാമാണ് ആ കുഞ്ഞി കയറി പോയത്. അതിന്റെ back. ഓക്കെ. പേപ്പാറ ഡാം കാണാം. ഇവിടുന്ന് വെള്ളം കിടക്കുന്നത് പേപ്പർ ഡാം. കാണാം. പേപ്പർ ഡാമിൽ വെള്ളം കാണാൻ നോക്കാം. എന്തായാലും എന്റെ പ്രായത്തിലും ഇത് എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ കുന്ന് കയറി വരുന്നത് എന്റെ പ്രായത്തിലുള്ള ആർക്കും കയറാൻ പറ്റില്ല. എന്നാലും നവകേരളയ്ക്ക് വേണ്ടി ഞാൻ കയറുകയാണ്. ഇത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. നവകേരള ന്യൂസിന് വേണ്ടി പൊന്മുടി പോലീസ് സ്റ്റേഷനാണ് ആ കാണുന്നത്. ISR കെട്ടിടം ഇപ്പൊ വിദൂര ദൃശ്യത്തിൽ കാണുന്ന ISR കെട്ടിടമാണ്. അല്ലല്ല വലിയ മലയല്ല. വലിയ മല നടന്നു. അതിന്റെ അടുത്ത് വെള്ളം കാണണ്ട. ഇതിലേക്ക് കാണാം. ഈ ചെറിയ ഈ വെള്ളം അപ്പുറത്ത് വെള്ളം നമ്മളെ സ്ഥിരം വരാത്തോണ്ട് കാഴ്ച കുറവുണ്ട്. ഇതിനപ്പുറത്ത് വെള്ളം കെട്ട് കാണില്ലേ? അതെ അതെ. അത് കഴിഞ്ഞിട്ട് ആ കുന്നിന്റെ അപ്പുറത്ത് ഒരു വെള്ളം കണ്ടിട്ട് വെള്ളമാണ്. അത് നിങ്ങൾ കാണുന്നില്ല. നമ്മൾ സ്ഥിരം കാണുന്നോണ്ട് കാണാൻ വെള്ളം കിടക്കുകയാണ് ആ വെള്ളം ആ ഭാഗത്ത്. അവിടെ വെള്ളം വന്നിട്ടോ ആൾക്കാർ കൊച്ചു പിള്ളേർക്ക് നടന്നു പോകുന്നു. നമ്മൾ പ്രായമുള്ളവർക്ക് കയറിയാൽ പാടായിരിക്കും. അത് മർഗിഷ് ഫോട്ടോയ്ക്ക് എടുക്കുക. പ്രൈമർ കാണാമല്ലോ. കാണിക്കാണ്ട പ്രൈമർ കണ്ട അത് പ്രൈമർ അത്തികത്തിക്കുന്ന സ്ഥലം പ്രൈമർ അതിന്റെ പുറത്താണ്. ബാക്കി ഇന്നറ്റ വരെ ഉണ്ട് ഇവിടെ. ഈ അടിവാരം പ്രൈമർ സ്റ്റേറ്റ് നമുക്ക് ഇതിൽ നിന്ന് അരമണിക്കൂറുണ്ട് ഓടിപ്പോ. ഈ ശാസ്ത്ര കയറി വരെ എളുപ്പമുണ്ട്. ശാസ്ത്ര കുളത്തുപ്പുഴ അത് ഇതിലാണ്. അത് ഇത്തിരി വരാം. വണ്ടി 4 വീലർ വരും എന്ന് പറഞ്ഞു. വരും ഇതിലേ വരും. അവിടെ വരും. ആ പുതിയ പുള്ളി ഡിസ്ട്രിക്ട് ഇനി കയറത്തില്ല അല്ലേ? ഇവിടെ വരില്ല. അല്ല വഴി ഇത് തന്നെ. അതെ അതിന്റെ കൂടെ അല്ല പൊന്മുടി കയറത്തുണ്ടോ അതുവഴി? അതിനെങ്ങനെ കറങ്ങി കറങ്ങി വരാം. ഒത്തിരി പാടാണ്. പുള്ളി പറഞ്ഞെങ്കിലും ശാസ്ത്രത്തിന് ട്രക്കിങ് ആൾക്കാർ പിന്നെ 4 വീലറിനകത്ത് വരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇല്ല ഇവിടെ നമ്മള് വന്ന റോഡല്ലേ ഈ റോഡ് ആ വണ്ടി വരുന്നത്. ആ ഇത് അതുകൊണ്ട് അപ്പുറത്തെ KTDC കട്ടൻ ചെക്ക് പോസ്റ്റിന് അടുത്ത് അപ്പൊ അതുവഴി കറങ്ങി ഇങ്ങനെ കറങ്ങി അടുത്ത ആ വെള്ള ചുവപ്പ് മണ്ണ് കാണില്ലേ? അത് കല്ലാറാണ്. അവിടെ നിന്നാണ് പറഞ്ഞത്. ചുവപ്പ് മണ്ണ് കാണില്ലേ? അവിടെ നിന്ന് കയറി പറഞ്ഞത്. അവിടെ നിന്ന് കയറി ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടാണ്. അതുകൊണ്ട് റോഡ് കാണാൻ അത് ബോണക്കാട് മലയാണ്. രണ്ടാം മല. അഗസ്ത്യാർ ഈ മഞ്ഞ് മാറിയെങ്കിൽ അങ്ങ് കാണാം ഒരു മല. അപ്പുറം തെന്നൂര് വരെ ഞങ്ങള് അപ്പച്ചനെ വെട്ടി അവരെപ്പോഴും പറയുമ്പോൾ പൊന്മുടി താമസം അവിടെ ഞങ്ങള് ഞാൻ കടയിൽ പൊന്മുടി എക്കോ ടൂറിസ്റ്റിന്റെ പദ്ധതിയുടെ നിറകയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നവകേരള ന്യൂസും സംഘവും. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പൊന്മുടിയുടെ നിറകയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ആ വീഡിയോ കാണിച്ചിട്ടില്ല. താഴെ എത്തിയിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. കാരണം കുത്തനെയുള്ള ഇറക്കമാണ്. കാലം തെറ്റിയ താഴെ പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ ഇറങ്ങി വരുന്നത്.
എന്നാലും മേലോട്ട് നോക്കിയാൽ അറിയാം അത് ചെങ്കുത്തായി കിടക്കുന്ന അതിന്റെ മണ്ടയിൽ നിന്നാണ് ഇത്രയും താഴെ എങ്ങനെ ഇറങ്ങി വന്നെന്നോ എങ്ങനെ കയറിപ്പോയെന്നോ എനിക്കറിയില്ല. നവകേരള രാജ്യമാണ് സംസാരിക്കുന്നത്. എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ് ഇവിടെ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ പൊന്മുടിയിൽ. പൊന്മുടി എന്ന് പറഞ്ഞാൽ പോലെ അതിന് മണ്ടയിൽ കയറി പോകണം, മുകളിൽ വരെ നമ്മൾ കയറി പോകണം, എന്നാലേ അതറിയാൻ പറ്റും. ഇത്രയും പ്രായത്തും ഞാൻ കയറിപ്പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കയറാം. നവകേരള ഞാൻ അയക്കുകയാണ്. അത്ര ചെങ്കുത്തായ കുന്നാണത്. അതിന്റെ മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്ന നാട് അറിയാം. നവകേരള ന്യൂസിലാണ് നിങ്ങൾ കാണുന്നത്. അതിഗംഭീരമായ ഒരു കുന്നാണിത്. ഇത് മേലോട്ട് നോക്കിയാൽ കുട്ടികൾ പോലും നിന്ന് വേച്ച് നിൽക്കുകയാണ്. അവർക്ക് പോലും കയറാൻ വയ്യ. ആ കുന്നിലാണ് ഞാൻ കയറിപ്പോയതെന്ന കാര്യം ഓർക്കുക. എല്ലാവർക്കും കയറാൻ പറ്റും എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. ആയൂർ രാജ്യവും നവകേരളയ്ക്ക് വേണ്ടി റിസ്ക് എടുത്താണ് ഇത് ചെയ്യുന്നത്. ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും പ്രായമുള്ള ഒരു ചാനലിന്റെ മേധാവി ചെയ്യുമോ എന്ന് തന്നെ സംശയമാണ്. എന്തായാലും താഴെ എത്തി. അത് തന്നെ അറിയാം നിങ്ങൾക്ക്. അതിന്റെ മുകളിൽ കയറിപ്പോവാം. സമയം വളരെ കുറവായത് കൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ കയറുന്നില്ല. പിന്നീട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കാണിക്കാം. റോഡിൽ എത്തി പിന്നെ തുടർച്ചയായിട്ട് വീഡിയോ ഇനിയും കാണിക്കാം. പൊന്മുടിയാണിത്, പൊന്മുടി തന്നെയാണ്. പൊന്മുടി നിറകിൽ ഞങ്ങൾ താഴോട്ട് വീണ് പോവുകയാണ്. ആ റോഡ് കണ്ടോ, ന്യായമായിട്ട് കാണാം. അത് വിനോദസഞ്ചാരിക്ക് താഴെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതിലേക്ക് പോകുന്നതാണ്. നവകേരള രാജ്യമാണ് ഈ വീഡിയോ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. കാറുകൾ അനേകം കിടപ്പുണ്ട്. അത് ഗംഭീരമായ മലനിരകളാണ്. ആകാശം എന്ത് ഭംഗിയാണ് കാണുവാൻ. അത് ആ പാറ കണ്ടോ, ഏക്കർ കണക്കിന് വിസ്തൃതയുള്ള പാറയാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ നിത്യേന വരുന്ന സ്ഥലമാണ് പൊന്മുടി. ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് നോക്കണം. എന്തൊരു തണുപ്പാണ്. ഉച്ചവെയിലും നട്ടുച്ചയാണ്, നല്ല തണുപ്പാണ്. മഞ്ഞുണ്ട്. ഇന്ന് കോടമഞ്ഞ് കുറവാണെന്നാണ് അറിയുന്നത്. വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഒന്ന് കയറണ്ട, നടക്കാം. അതിന്റെ മുകളിൽ വരെയാണ് ഞങ്ങൾ പോയത്. ചെങ്കുത്തായ മലമുകളാണത്. നവകേരള ന്യൂസ് ആയൂർ.
ഇപ്പോൾ നല്ല വെയിലാണ്, സൂപ്പർ വെയിലാണ്. താഴത്തെ കണ്ട കുഴികളോട് നോക്കൂ. നമ്മൾ റോഡിൽ കൂടെയാണ് പോകുന്നത്. മഞ്ഞിറങ്ങി, വീണ്ടും മഞ്ഞുമായി തുടങ്ങി. പൊന്മീഡിയയുടെ മനോഹാരിത ഒപ്പിയെടുത്തുകൊണ്ട് ഞാൻ കുറെ വാക്കുകൾ ഇടുന്നത് ചേച്ചി പറയുന്നുണ്ട്. വിവിധ പ്രായത്തിലുള്ള ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. കൂടെ കൂടെ വെയില്, കൂടെ കൂടെ മഞ്ഞ്. പൊതുവെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ചെറുപ്പക്കാരായ ധാരാളം സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് കൂടിയാണ് പൊന്മുടി. ബൈക്കിൽ പൊന്മുടി വരെ ഒരു യാത്ര നടത്തി തിരിച്ചു പോകുന്ന സാഹസികമായ ഒരു കാര്യമാണ്. ചെറുപ്പക്കാരെല്ലാം അതിനുവേണ്ടി ശ്രമിക്കുന്നു. ഈ ഭാഗമാണ് പൊന്മുടി ഹെലിപ്പാഡ് എന്ന് പറയുന്നത്. ഇവിടെ ഹെലികോപ്റ്റർ ഇവിടെയാണ് ഇറങ്ങിയത്. മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നവകേരളയിൽ നിന്നും. അതിമനോഹരമാണ് ഇവിടെ. വിവിധ പ്രായക്കാർ ഇവിടെ വന്നു പോകുന്നു. ധാരാളം ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞു. താഴേക്ക് നോക്കിയാൽ നമുക്ക് പേടിയാകും. അഗാധമായ ഗർത്തമാണ്. എന്നാലും യുവജനങ്ങൾ അതിലെ ഇറങ്ങി പോകുന്നുണ്ട്. കണ്ടോ, അത്രയും താഴേക്കുള്ള അകലം നോക്കണം. നല്ലൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിമനോഹരമാണ് ഇവിടം. എന്ത് മനോഹരമായ ദൃശ്യമാണ് ഈ പൊന്മുടിയിൽ കാണുന്നത്. ഇപ്പോൾ ചെറിയൊരു മഞ്ഞുണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ. നല്ല ചൂടില്ല, നല്ല വെയിലുണ്ട്, പക്ഷെ ചൂടില്ല. എന്ത് മനോഹരമാണ് ഇവിടെ കാണുവാൻ. നവകേരളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്, ഞങ്ങളുടെ ടീം. നല്ല കാറ്റടിക്കുന്നുണ്ട്, കോടമഞ്ഞുണ്ട് ചെറുതായിട്ട്.
അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അകലെ ആ കുന്ന് കണ്ടോ, എന്തുമാത്രം കിലോമീറ്ററുകൾ അപ്പുറമാണത്. വിദൂര ദൃശ്യങ്ങൾ പലതും ഇവിടെ നിന്ന് കാണാം, പല പട്ടണങ്ങളും കാണാം. അതിമനോഹരമായ ദൃശ്യങ്ങളാണ് പൊന്മുടിയിൽ കാണാനുള്ളത്. കണ്ടാലും കണ്ടാലും മതിവരാത്ത ദൃശ്യങ്ങളാണ് നവകേരളയിലൂടെ നിങ്ങൾ കാണുന്നത്. അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കൽ എങ്കിലും നിങ്ങൾ ഇവിടെ എത്തണം, എത്തി ഈ കാഴ്ചകൾ കാണണം. അത്രയും നയന മനോഹരമായ കാഴ്ചകളാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു. അതും മലയാളികളാണ് കൂടുതലും, മറ്റുള്ള ആൾക്കാരുമുണ്ട്. കോടമഞ്ഞ് കൂടെ ഇറങ്ങുന്നുണ്ട്. ഞാനിവിടെ കാണിക്കുന്ന ട്രെക്കിംഗ് നിരക്കുകളാണ്. കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് പൊന്മുടി ഇക്കോ ടൂറിസത്തിന്റെയാണ്. അതിന്റെ നിരക്കുകൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. വരയാട് മുട്ട 9 മണിക്കൂർ നേരത്തേക്ക് 5 ആൾക്കാർക്ക് 5000 രൂപയാണ്. അഡീഷണൽ ഫീസായിട്ട് 1000 രൂപ വീതം. സ്പെഷ്യൽ ക്ലാസ് 2000 രൂപയുമാണ്. ബാക്കിയുള്ളതെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഈ കാഴ്ചകൾ കാണുവാൻ നിങ്ങൾ ഒരിക്കലും നല്ല തണുപ്പാണ്. ഉച്ച സമയത്തും നല്ല തണുപ്പ് തന്നെയാണ്. നല്ല കാലാവസ്ഥയാണ്. ഏതാണ്ട് ബാംഗ്ലൂരിൽ കാണുന്ന അതേ കാലാവസ്ഥയാണ് ഇവിടെയും. പൊന്മുടി പാറയിലൂടെ നടക്കുകയാണ്. ഇവിടെ ഒരു വലിയ പാറയുണ്ട്. ആ പാറയിലൂടെ നടക്കുകയാണ്. ചെങ്കുത്തായ പാറയും തന്നെയാണ്. എല്ലാവർക്കും അതിൽ കയറിപ്പോകാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാനത് കയറി നോക്കുകയാണ്. ഒക്കും കയറിപ്പോകാം, അല്ലെങ്കിൽ തിരിച്ചിറങ്ങി വരാം. ചെങ്കുത്തായ പാറയാണ്, കണ്ടോ? ഏതൊരു പൊട്ട് പോലെ കാണാം. എന്നാലും കുട്ടികളെല്ലാം കയറി പോകുന്നുണ്ട്, ചെറുപ്പക്കാരും. അതിൻ്റെ ഇടയിലൂടെ ഈ പ്രായമായ ഞാനും വേച്ച് കയറുകയാണ്. ചെങ്കുത്തായ പാറയാണ്. ബസ് വരുന്നുണ്ട് റോഡിൽ കൂടെ, നമുക്കത് കാണാം. KSRTC ആണ്. KSRTC ബസ് ഇവിടം വരെ ഉണ്ട്. ധാരാളം ആൾക്കാർ അതിലെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അതോട് തിരിച്ച് പോകും. ചെറിയ ബസ്സാണ് KSRTCയുടെ. നല്ല വ്യൂ ആണ് ഇവിടെ കാണാൻ. പക്ഷേ അത്രയും ആരോഗ്യമുള്ളവരെ ഇവിടെ കയറാവൂ. ഈ പാറപ്പുറത്ത് കയറുന്നത് അത്രയും ആരോഗ്യമുള്ളവരായിരിക്കണം.
നല്ല ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. മനോഹര ദൃശ്യങ്ങളാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തായാലും എനിക്ക് എന്തുവായാലും താഴെ ഒരു 3/4 ഭാഗം വെച്ച് ഞാൻ കയറ്റം അവസാനിപ്പിക്കുകയാണ്. ഇനി താഴോട്ട് ഇറങ്ങാം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാവും. കാരണം കയറി വന്നതുപോലെ ഇറങ്ങിപ്പോകാൻ ഒക്കുമെന്ന് നോക്കട്ടെ. ഒന്ന് ശ്രമിച്ച് നോക്കാം. ചെങ്കുത്തായ ഇറക്കമാണ്. പൊന്മുടിയുടെ മനോഹാരിത ഒരിക്കലും നിങ്ങൾ കാണണം. ശബ്ദത്തിന് ഇച്ചിരി വിറയിൽ വന്നിട്ടുണ്ട്. അത് കയറ്റം കയറിയതും ഇന്നത്തെ ക്ഷീണവുമാണ്. കൽപ്പടവുകളൊക്കെ ചൊവ്വിന് ചവിട്ടി വേണം താഴോട്ടിറങ്ങാൻ. അല്ലെങ്കിൽ കാൽ തെറ്റിയാൽ ശരീരം ഇരിക്കുകയും തലയൊക്കെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കയറി ഇറങ്ങുകയും ചെയ്യാൻ. മനോഹരമായ ദൃശ്യം കണ്ടോ നിങ്ങൾ? ഇല്ല കാണുന്നതിൻ്റെ മുകളിൽ വരെ ഞങ്ങൾ കയറിപ്പോയായിരുന്നു. അല്ല, മുകളിലൊരു ടവർ കണ്ടോ നിങ്ങൾ? അതാണ് ഏറ്റവും ഉയരമുള്ള പ്രദേശം. ആ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു. കണ്ടു കാണുമല്ലോ. ഇനി നമുക്ക് വീണ്ടും താഴോട്ട് പോകാം. പതുക്കെ ഇറങ്ങി വേണം പോവാൻ. എന്നാൽ പാറയാണ് മുഴുവൻ. തെന്നിപ്പോയാൽ പൊടി പോലും ബാക്കി കാണില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കയറാനും ഇറങ്ങാനും. കാണാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. കൂടുതലും കേരളത്തിൽ നിന്നുള്ളതാണ്. പിന്നെ തമിഴ്നാട്ടിലെയും ഉണ്ട്. വിദേശ ടൂറിസ്റ്റുകൾ അപൂർവമായിട്ടുണ്ട്. പിന്നെ ചെങ്കുത്തായ സ്ഥലങ്ങളാണ്. ഇതിലിറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. സൂക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതെ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് കൺസർവ് വൈൽഡ് ലൈഫ് ആണത്. പൊന്മുടി കണ്ടല്ലോ. പൊന്മുടി എക്കോ ടൂറിസമാണ്. മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. നവകേരളയിൽ നിന്നുള്ള കാഴ്ചകളാണ്. നവകേരള രാജുവാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് പകർത്തിയത്. ഞാൻ അല്പം ശബ്ദം കുറച്ച് അയപ്പ് വരുന്നുണ്ട്. അത് ഈ മലയിൽ കയറി പോയതുകൊണ്ടാണ്.